നമ്മൾ മരുന്നിലും വൈദ്യന്മാരിലും ആശ്രയിച്ചാലും നമ്മുടെ ദൈവം നമുക്ക് ഒരു സൗഖ്യം തരാതെ ഒരു സൗഖ്യം ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയുടെ ആപ്തവാക്യം. ചില ഡോക്ടർമാർ പറയുന്ന പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ട്. അടുത്ത 48 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റും. മറ്റൊരു വാക്ക്, ഈ രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വേറൊരു ഭാഗത്ത് പറയുന്നത്, ഇനി അധികം പ്രതീക്ഷിക്കേണ്ട. മറ്റ് ചില ഡോക്ടർമാർ ചില സാഹചര്യങ്ങളിൽ പറയുന്നത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ആയതുകൊണ്ട് മെഡിസിൻ വേണ്ട വിധത്തിൽ പ്രോപ്പറായി ലഭിക്കണമെന്ന് ഇല്ല. എന്നാൽ വ്യത്യസ്തമായ നിലയിൽ ചില രോഗികളെ നോക്കി ഡോക്ടർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തോട് മാത്രം പറയുക. കാരണം വൈദ്യ സഹായങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്, ഞങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ദൈവത്തിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് ഒരുപക്ഷെ മടുത്തവരും കരഞ്ഞവരും തകർന്നവരുമായിരിക്കും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത്. നിങ്ങളോടുള്ള ദൈവിക സന്ദേശം ഈ രാവിലെ എനിക്ക് പറയാനുള്ളത്, മനുഷ്യന്റെ വാക്കുകളിലല്ല നിങ്ങൾ ആശ്രയം വെക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. രോഗിക്ക് വൈദ്യൻ ദൈവം തന്നെയാണ്. ഈ ഭൂമിയിൽ ഉള്ള ഡോക്ടറിനെ സമീപിക്കണോ വേണ്ടായോ എന്നുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഈ ലോകത്തിലുള്ള ഡോക്ടർമാരെ ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കും. പക്ഷെ പൂർണ്ണ ആശ്രയം മനുഷ്യരിലാകരുത് എന്നുള്ളതാണ്. നാം മെഡിസിൻ കഴിച്ചാലും നാം ഡോക്ടറെ കണ്ടാലും ഡോക്ടറിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചാലും അവർ പറയുന്നു, ഇന്നതേ കഴിക്കാവൂ, ഇന്നതേ കുടിക്കാവൂ, ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ ഇരിക്കാവൂ, ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ ഡോക്ടർ പറയും. പക്ഷെ ഈ വക കാര്യങ്ങൾ കേട്ടതുകൊണ്ടോ അനുസരിച്ചതുകൊണ്ടും നമ്മുടെ രോഗം മാറണം എന്നില്ല. നമ്മുടെ രോഗം മാറുന്നത് ദൈവത്തിൽ കൂടെ മാത്രമേ കഴിയൂ. കാരണം മെഡിക്കൽ സയൻസ് ഉപേക്ഷിക്കപ്പെട്ട, മരിച്ചു പോകും വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ പലരെയും ദൈവം സൗഖ്യമാക്കി ഇന്നും ജീവനോടെ ഭൂമിയിൽ വെച്ചിരിക്കുന്ന നടത്തുന്ന കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മരുന്നിലും വൈദ്യന്മാരിലും ആശ്രയിച്ചാലും നമ്മുടെ ദൈവം നമുക്ക് ഒരു സൗഖ്യം തരാതെ ഒരു സൗഖ്യം ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയുടെ ആപ്തവാക്യം. ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരാം. പുറപ്പാട് പുസ്തകമാണ്, 15-ാം അധ്യായം, അതിൻ്റെ 26-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. മിസ്രൈമിൽ വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് എന്ത് ചെയ്യത്തില്ല, വരുത്തുകയില്ല. അടുത്തതാണ് ഇന്നത്തെ ചിന്തയുടെ ആപ്തവാക്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ വിശുദ്ധ പ്രമാണത്തിലെ ഒരു ദൈവവൈതലിനോട് പറയുകയാണ്, എൻ്റെ ദൈവം രോഗം തരുന്നവൻ മാത്രമല്ല, ആ രോഗത്തിന് സൗഖ്യം കൂടെ തരുവാൻ ശക്തിയേറിയവനാണ്. മിസ്രൈമിൽ വരുത്തിയ വ്യാധികൾ, മിസ്രൈമിൽ വരുത്തിയ രോഗം കുടിലു മുതൽ കൊട്ടാരം വരെ പടർന്നു കയറി സംഹാരദൂതനെ കൊണ്ട് അവിടെയുള്ളതിനെ കൊന്നുമുടിപ്പിച്ച ആ വലിയ അനർത്ഥങ്ങളിൽ നിന്നും, കൊട്ടാരത്തിലും വീടുകളിലും നദികളിലും ദൈവം വരുത്തിയ വ്യാധികളിൽ നിന്നും ദൈവം തന്നെ അതിനൊരു നീക്കുപോക്ക് കണ്ടെത്തിയെങ്കിൽ, ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചും
അവന്റെ സകല വിധികളും പ്രമാണിച്ച് നീ നടന്നാൽ, ദൈവത്തിന് കൽപ്പനയുണ്ട്, ദൈവത്തിന് വിധികളുണ്ട്, ദൈവത്തിന് നമ്മളോടുള്ളതായ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ഇത് നമ്മൾ അനുസരിക്കുകയും ഇത് പ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യദായകനായ ദൈവം വെളിപ്പെടും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യർ നിന്നെ നോക്കി, നിന്റെ രോഗത്തെ നോക്കി, നിന്റെ ബ്ലഡിലുള്ള രോഗം, അസ്ഥിയിൽ മേലുള്ള രോഗം, കിഡ്നിയുടെ മേലുള്ള രോഗം, ബ്രെയിൻ്റെ മേലുള്ള രോഗം, അതുപോലെ അനുബന്ധമായ ക്യാൻസർ ആയാലും ട്യൂമർ ആയാലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സൈഡ് എഫക്റ്റുകളായാലും ജീവിതത്തിൽ എവിടെയോ നീ ഭയന്ന് വിരണ്ട് വിറങ്ങലിച്ച് നാളെ എന്താകും, എൻ്റെ മക്കളുടെ കാര്യം എന്താകും, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടില്ലല്ലോ, എൻ്റെ വീട്ടിൽ ഒരു അഭിവൃദ്ധി ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ ഇന്ന് വീണ് മരിച്ചാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഗതി, അവരുടെ അവസ്ഥ എന്താകും എന്നതിനെ ഓർത്ത് ചില മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ മുമ്പിൽ, ചില ഡോക്ടർമാരുടെ വാക്കിൻ്റെയും അവരുടെ ഉപദേശങ്ങളുടെ മുമ്പിൽ പേടിച്ച് വിരണ്ട് വിറങ്ങലിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അലഞ്ഞ് വ്യാകുലപ്പെട്ടിരിക്കുന്ന എൻ്റെ സ്നേഹിത, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവം എന്ന് പറയുന്ന യഹോവയായ ദൈവം, ആ ദൈവത്തിൻ്റെ പ്രത്യേകത സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന. ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ മോശ അല്ല ആ പദം പറയുന്നത്, ദൈവം തന്നെ പറയുകയാ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാള് ദൈവത്തെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരാളല്ല പറയുന്നത്, ദൈവം തന്നെ ഇസ്രായേലിനോട് പറയുകയാ, നിങ്ങളുടെ ഇടയിൽ വന്ന വ്യാധി, നിങ്ങളുടെ ഇടയിൽ വന്ന രോഗം സൗഖ്യമാക്കാൻ എനിക്ക് കഴിയും, കാരണം ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ നാളെ ഓർത്ത് നീ ഭാരപ്പെടുന്നെങ്കിൽ, നീ കഴിക്കുന്ന മെഡിസിനും നീ ചെന്നെത്തിയ ആ ഹോസ്പിറ്റലും നിനക്കൊരു വലിയൊരു ഭാരമായി വേദനായി മാറുന്നെങ്കിൽ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ പിതാവിനെ ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടാകാം, ഭർത്താവിനെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടാകാം, ഭാര്യയെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടാകാം, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടാകാം. ഇല്ലെങ്കിൽ നീ നിന്നെ തന്നെ നോക്കി ഒരു ഭാരത്തിലാണ് ഇന്ന് കടന്നു പോകുന്നെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ആ വേദന, ആ നിരാശ ആരെയും കാണിക്കാതെ നാലാടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് മുഖം കാണിച്ച് അകത്ത് നീറുന്ന മെഴുകുരുകുന്നത് പോലെ, ഒരു പ്ലാസ്റ്റിക് തീയുടെ മുമ്പിൽ ഉരുകി ഇറ്റിറ്റു വീഴുന്നത് പോലെ മനസ്സിനകത്ത് ഉരുകി ഇറ്റിറ്റു വീഴുന്ന നിന്റെ വേദനകൾ അറിഞ്ഞുകൊണ്ട് ദൈവാത്മാവ് പറയുകയാ, അനർത്ഥം നിനക്ക് സംഭവിക്കില്ല, അനർത്ഥം നിന്റെ വീട്ടിൽ വരില്ല. ആ പറഞ്ഞ വാക്കുകൾ പോലെ നീ കിടപ്പിലാകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ കട്ടിലിനോട് പറ്റിക്കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നും നീ നിത്യരോഗിയായി നീ ഉണ്ടാക്കിയ നന്മകൾ മുഴുവനും ഫാർമസിയിലും ഡോക്ടർ റൂമിലും കൊണ്ട് കളയാൻ ദൈവം നിന്നെ എക്കാലവും അനുവദിക്കത്തില്ല. കാരണം സൗഖ്യമാക്കുന്ന ദൈവമാണ് എൻ്റെ യഹോവ എന്ന് തിരിച്ചറിഞ്ഞ് ആ യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട്, ദൈവമേ, എൻ്റെ കുറവുകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ വാക്കില്, എൻ്റെ പ്രവൃത്തിയില്, എൻ്റെ ചിന്തയില്, ഞാനെന്ന ഭാവത്തിൽ എൻ്റെ ജീവിതത്തിൽ കയറി വന്നിട്ടുള്ള സകല കുറവുകളും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. യേശു കർത്താവിന്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു കർത്താവ് ധാരാളം പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ സൗഖ്യമാക്കുമ്പോഴൊക്കെയും യേശു പറയുന്നൊരു വാക്ക് അവിടെ ശ്രദ്ധിക്കണം, ഇനിയും നീ പോയിക്കൊള്ളുക, പാപം ചെയ്യരുത്. പാപം രോഗത്തിലേക്ക് നമ്മളെ വലിച്ച് കൊണ്ടുപോകും. എന്നാൽ പാപിയായി നമ്മുടെ അമ്മ നമ്മെ ഈ ഭൂമിയിൽ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ നമ്മുടെ പുറകെ പാപത്തിന്റെ ശക്തിയുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിൽ വന്ന പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ പാപം മാത്രമല്ല ദൈവം മോചിപ്പിക്കുന്നത്, പാപം മോചിക്കപ്പെടുമ്പോൾ രോഗം സൗഖ്യം കൂടെ സംഭവിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുകയാണ്, ഈ വ്യാധിയിൽ നിന്ന്, ഇന്ന് നിങ്ങളെ ഉറക്കം കെടുത്തുന്ന
നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ മെഡിക്കൽ റിപ്പോർട്ട്, ആ ലാബ് റിപ്പോർട്ട്, ആ എക്സ്റേയിൽ കാണുന്ന റിപ്പോർട്ട്, ആ ECGയിൽ കാണുന്ന റിപ്പോർട്ട്, ആ ജീവിതത്തിൽ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ആ സ്കാനിങ്ങിലും ആ എക്സ്റേയിലും ECGക്കകത്തും തെളിഞ്ഞു നിൽക്കുന്ന നിന്റെ ആയുസ്സിനെ വില പറയുന്ന ആ ദുഷ്ടപിശാചിനോട് വില പറഞ്ഞ് മാറി നിന്ന് ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നീ മുട്ടുകുത്തിയാ മതി. ഒറ്റ വഴിയുള്ളൂ പ്രിയരെ, ദൈവസന്നിധി മുട്ടുകുത്തുക. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. ഞാൻ എൻ്റെ ചർച്ചിലുള്ള അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതരുടെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എവിടെയും പ്രാർത്ഥിക്കുമ്പോൾ ഒരു പദം ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്: ദൈവമേ, ഞങ്ങൾ മരുന്നിലും വൈദ്യന്മാരിലും ആശ്രയിച്ചാലും അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കാതെ ഞങ്ങൾക്കൊരു പൂർണ്ണ സൗഖ്യം ഇല്ല. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. അതെ പ്രിയരെ, നിങ്ങളുടെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ നിങ്ങളുടെ രോഗാവസ്ഥ മനുഷ്യർക്ക് അസാധ്യമായിരിക്കും. നീ മിടുക്കനെന്ന് പറഞ്ഞ ആ ഡോക്ടർക്ക് പോലും നിന്റെ കാര്യം അസാധ്യമായിരിക്കും. ഇത്രയും മെഡിസിനുകൾ ചോറ് കഴിക്കുന്ന പോലെ വാരിക്കഴിച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞത്, പാസ്റ്റേ, 1 വർഷത്തിനുള്ളിൽ 4 സർജറിയാ എൻ്റെ വയറിന് ചെയ്തത്. അങ്ങനെ നീ നോക്കിയിട്ടും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും നിന്റെ വിഷയത്തിൽ ഡോക്ടർമാർ പരാജയത്തിന്റെ വാക്കാണ് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ആ വാക്കിൽ നീ ഭാരപ്പെടരുത്. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ. അതുകൊണ്ടാണ് ലൂക്കോസ് 18:27 പറഞ്ഞത്, മനുഷ്യർക്ക് അസാധ്യം. ഇന്ന് നിന്റെ വിഷയം മനുഷ്യർക്ക് അസാധ്യമാണ്. നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, നിന്നെ നന്നാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ആ രോഗത്തിന് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ഒരു മെഡിസിൻ പോലും കണ്ടെത്തിയില്ലെന്ന് വരാം. പക്ഷേ ആ മെഡിക്കൽ സയൻസിന് പരാജയപ്പെട്ടത്, ആ മനുഷ്യന് പരാജയപ്പെട്ടത് ദൈവത്തിന് സാധ്യമെന്ന് വേദപുസ്തകത്തിൽ പറയുകയാണ്. അതുകൊണ്ടല്ലേ ആമേൻ വേദപുസ്തകത്തില് നമ്മൾ കാണുന്ന മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25, 26, 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 12 വർഷം 12 സംവത്സരം രോഗിയായിരിക്കുന്ന ഒരു സഹോദരിയെ കുറിച്ച് കാണുന്നു. എന്താണ് അവിടെ രോഗം? രക്തസ്രാവമാണ്. അവിടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുകയാണ്. രക്തം പോകുന്നത് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിലെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചരിത്രവും ബൈബിളും നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്. രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ രക്തം പോകുക എന്ന് പറഞ്ഞാൽ ക്രമാധികം ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് രക്തം പൊക്കോണ്ടിരുന്നാൽ ആ വ്യക്തി അവശനാകാം, ആ വ്യക്തി തളർന്നു പോകാം, ആ വ്യക്തിയുടെ ശരീരം ഒട്ടിപ്പോകാം, കണ്ണുകുഴിയാം, കവിളൊട്ടാം, ശരീരം മുഴുവനും ഇർക്കല് പോലെയായി മാറാം. പക്ഷേ ആ രക്തം പൊക്കോണ്ടിരിക്കുന്ന അവസ്ഥയിലും അവൾ ഏറിയൊന്ന് വർഷം വൈദ്യന്മാരിൽ ആശ്രയിച്ചു. അവളെ കുറിച്ച് വേദപുസ്തകത്തിൽ ആ മർക്കോസിന്റെ സുവിശേഷം 5:25 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഏതാണ്ട് 12 വർഷം അവൾ ഡോക്ടർമാരെ സമീപിച്ചു, ഏറിയൊന്ന് സഹിച്ചു. അവൾക്ക് വിറ്റുകൊടുക്കാവുന്ന എല്ലാം അവൾ വിറ്റുകൊടുത്തു, അവൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം അവൾ ഉണ്ടാക്കി ഡോക്ടർമാരുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ ഡോക്ടർമാർ കൈ മലർത്തി കാണിച്ചു. ഇവിടെ വിഷയത്തിന് ഒരു പരിഹാരം ആ ഡോക്ടർമാർക്കോ അവൾ കഴിച്ച മെഡിസിനോ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ആ മകൾ ഒരു തീരുമാനമെടുത്തു: യേശുവിന്റെ അടുക്ക ഞാൻ പോകും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ ഞാൻ തൊടും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ ഞാൻ തൊട്ടാൽ യേശുവിനുള്ള സൗഖ്യം എന്നിലേക്ക് വരും. ആ വലിയ ദൃഢമായ വിശ്വാസത്തിന്റെ മുമ്പിൽ ആ സ്ത്രീ എന്തു ചെയ്തു? അവൾ വീട്ടിൽ നിന്നും പുരുഷാരത്തിന്റെ ഇടയിൽ, തിക്കും തിരക്കും ഇടയിൽ, അവൾ അതിനകത്തൂടെ അവളെ തന്നെ വെളിപ്പെടുത്താതെ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിന്റെ വസ്ത്രത്തെ യേശു പോലും അറിയാതെ തൊട്ടു എന്ന് നമ്മൾ കാണുന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തെ തൊട്ടപ്പോൾ ആ വസ്ത്രത്തിൽ കൂടെ ഒരു ദൈവശക്തി അങ്ങോട്ട് പുറപ്പെട്ടിട്ട് ആ വ്യക്തി സൗഖ്യമായി, ആ വ്യക്തി പൂർണ്ണമായി വിടുവിക്കപ്പെട്ടു. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം, ഏറിയൊന്ന് സഹിച്ചു, ഏറിയൊന്ന് ഡോക്ടർമാർക്ക് കൊടുക്കാവുന്ന പണം മുഴുവനും കൊടുത്തിട്ട്, കഴിക്കാവുന്ന മെഡിസിൻ മുഴുവനും കഴിച്ചിട്ട് 12 വർഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കിട്ടാതെ വന്നപ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്ന വചനം പോലെ അവർ ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ, യേശുവിൽ ആശ്രയിച്ചപ്പോൾ
ഡോക്ടർമാർ വിധി പറഞ്ഞതിനെ തിരുത്തിക്കൊണ്ട് കർത്താവിൽ നിന്ന് അവൾക്ക് സൗഖ്യം കിട്ടി. ഇന്ന് രാവിലെ കർത്താവിന്റെ വചനത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിൽ നിന്നൊരു സൗഖ്യമുണ്ട്. യിരെമ്യാവ് 32:27 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, കാരണം ഞാൻ സകല ജഡത്തിന്റെയും ദൈവമാകുന്നു. ജഡത്തിന്റെയും ദൈവമാകുന്നു. ജഡത്തിലാണ് രോഗം വരുന്നത്, ആത്മാവിലല്ല രോഗം വരുന്നത്. ആത്മാവിൽ രോഗം വരത്തില്ല, പക്ഷെ ജഡത്തിൽ രോഗം വരും. ഈ ജഡത്തിൽ രോഗം വരുമ്പോൾ അത് ഡോക്ടർമാർക്ക് ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ ഇന്നത്തെ സയൻസ് വർദ്ധിച്ചതുകൊണ്ടും ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ടും കഴിഞ്ഞെന്നിരിക്കാം. പക്ഷേ അതിന് വിടുതൽ കൊടുക്കുവാൻ ഒരു ടെക്നോളജിക്കും കഴിയത്തില്ല. എന്നാൽ ഡോക്ടർമാർ കണ്ടുപിടിച്ചതിനെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും, ദൈവത്തിന് കഴിയും. അതുകൊണ്ട് സകല ജഡത്തിന്റെയും ദൈവമായ യഹോവ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന രോഗിയായ എൻ്റെ പ്രിയ പിതാവിനോട്, മാതാവിനോട്, സഹോദരനോട്, സഹോദരിയോട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ സ്നേഹത്തോടെ പറയട്ടെ, മനുഷ്യന്റെ വാക്കിൽ നീ തളർന്നു പോകരുത്. മനുഷ്യൻ എഴുതിയ രേഖകൾക്കകത്ത് നീ തകർന്നു പോകരുത്. ആ ഡോക്ടർ പറഞ്ഞു കാണും, കൂടി വന്നാൽ 1 മാസം അല്ലെങ്കിൽ 28 ദിവസം. അതിനെ തിരുത്തി കുറിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി, എവിടെയാണോ നീ തീർന്നു പോകും, മരിച്ചു പോകും, നീ തളർന്നു പോകും, കിടക്കയോട് പറ്റുമെന്ന് പറഞ്ഞത്, അവിടെ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ മഹത്വം കാണാനും യേശു എന്നെ വിടുവിച്ചെന്ന് 4 ആളോട് പറയാനും ദൈവം അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് ഇന്ന് നീ നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ആ വേദന എന്തുമാകട്ടെ, ഭാരപ്പെടേണ്ട. അതിനെ തകർക്കാനും നിന്നെ കൊല്ലാനും നിന്നെ നശിപ്പിക്കാനും നിന്റെ കുഞ്ഞുങ്ങളെ അനാഥരാക്കാനും നിന്റെ ഭാര്യയെ വിധവയാക്കാനുമല്ല. ആ ദേശത്ത്, ആ വീട്ടിൽ, ആ സഹോദരങ്ങളുടെ മുമ്പിൽ എൻ്റെ കർത്താവ് ആരാണെന്ന് നിന്നിൽ കൂടെ വെളിപ്പെടുത്താനും അവൻ നല്ല വൈദ്യനായ ദൈവമാണെന്നും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്നും തെളിയിക്കേണ്ടതിന് ഒരു മുഖാന്തരം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ഏത് മിടുക്കനായ ഡോക്ടർ നിന്നെ നോക്കി വിധി എഴുതിയത്, നിനക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ നിന്റെ മനസ്സിനെ തളർത്തി താളം തെറ്റിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ആ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്കൂ, ദൈവത്തെ നീ കണ്ണുയർത്തു. ആ ദൈവത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്, ആ ദൈവത്തിൽ നിനക്ക് പരിപൂർണ വിടുതലുണ്ട്. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാണ്? ധാരാളം രോഗസൗഖ്യങ്ങൾ അനുഭവിച്ച ഒരു ശരീരമാണ് എൻ്റെ ശരീരം. ധാരാളം ദൈവിക പദ്ധതികൾ കണ്ട ഒരു ശരീരമാണ് എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ജഡം. അങ്ങനാണെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിനുള്ള വിടുതലാണ്. അങ്ങനാണെങ്കിൽ കർത്താവിന്റെ മക്കളോട് ഞാൻ ഇന്ന് രാവിലെ പറയാം, നീ മരിച്ചു പോകുമെന്നും ഈ രോഗത്തിന് ഇനി മെഡിസിൻ ഇല്ലെന്നും അടുത്ത 24 മണിക്കൂറും 28 മണിക്കൂറും കഴിഞ്ഞ് നിന്റെ കാര്യത്തിൽ നീക്കുപോക്ക് ഉണ്ടാകാൻ കഴിയുമെന്നും ഇങ്ങനെ ഇനി ജീവികാലം മുഴുവനും മെഡിസിൻ മുഴുവനും വാരിക്കഴിച്ച് ജീവിക്കണമെന്നും ഇനി അധികം പ്രതീക്ഷിക്കേണ്ട എന്ന് നിന്റെ മുഖത്ത് നോക്കിയോ നിന്റെ മക്കളുടെ മുഖത്ത് നോക്കിയോ ഏതെങ്കിലും മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി കുറിക്കുന്ന ദൈവശബ്ദം, 12 വർഷം രക്തസ്രാവക്കാരിയെ വിടുവിച്ച ദൈവശബ്ദം ഇന്ന് രാവിലെ നീ കേൾക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് ആമേൻ പറയുക. എന്റെ കൂടെ ചേർന്നൊരു നിമിഷം കണ്ണടച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഏത് രോഗമാകട്ടെ, ഈ സമയം ആ രോഗം പറഞ്ഞ് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. പിതാവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് ടിവിയുടെ ഈ സന്ദേശത്തിൽ കൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രോഗനിമിത്തം, ഡോക്ടർമാരുടെ ചില വാക്കുകൾ നിമിത്തം, ചില മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഒത്തിരി പകച്ചു നിൽക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന ചില പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഞാൻ ഇന്ന് രാവിലെ ആത്മാവിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, രേഖകൾ തിരുത്തി എഴുതട്ടെ. ദൈവത്തിൽ വിശ്വസിച്ച് ആ വാക്കിന് വിജയം കണ്ടെത്തട്ടെ. കർത്താവേ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമം തന്നെ ആമേൻ. നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ ഈ മെസ്സേജിന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ രോഗവിവരം എഴുതിയിടുക. തീർച്ചയായും ഞാനും എൻ്റെ കുടുംബവും അതിൻ്റെ ഓരോ വിഷയത്തെ വിരൽ ചൂണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ എഴുതിയിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് വീണ്ടും കാണാം. രോഗസൗഖ്യത്തിന്റെ ദൈവം നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.